ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് നമുക്ക് നല്ലൊരു കറിയുടെ റെസിപ്പി കാണാം കേട്ടോ. നമ്മൾ ചോറിനൊക്കെ കൂടെ പെട്ടെന്നൊരു കറിയൊക്കെ ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി പറ്റുന്ന എന്നാൽ ഈ ഒരു കറി മാത്രം മതിയിട്ട് നമുക്ക് ചോറ് കഴിക്കാനും. അപ്പോൾ നല്ല സിമ്പിളായിട്ടുള്ള വഴുതനങ്ങ കറിയായിട്ട് നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്നത്. അപ്പോൾ ട്രൈ ചെയ്ത് നോക്കാത്തവരുണ്ടെങ്കിൽ ഉറപ്പായും ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടമായി ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കില്ലേ. അപ്പോൾ നമുക്കിത് ആ വീഡിയോയിലോട്ട് പോവാം. അപ്പോൾ നമ്മൾ ഈ റെസിപ്പി ഉണ്ടാക്കിയെടുക്കാനായിട്ട് ആദ്യം ഒരു പാത്രം വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ 2 ടീസ്പൂണോളം വെളിച്ചെണ്ണ വെച്ചിട്ടുണ്ട് കേട്ടോ. വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായിട്ട് വന്നതിന് ശേഷം അതിലേക്ക് നമുക്കൊരു 1/4 ടീസ്പൂണോളം കടുക് ഇട്ട് കൊടുക്കാം. കടുക് പൊട്ടി തുടങ്ങിക്കഴിഞ്ഞാൽ ഇതിലേക്ക് ഒരു നുള്ള് ചെറിയ ജീരകം, നമ്മൾ വെള്ളമൊക്കെ കാച്ചുന്ന ആ ഒരു ജീരകം ഉണ്ടല്ലോ, ചെറിയ ജീരകം കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് അതും കൂടി ഇതുപോലെ ഒന്ന് ചൂടായിട്ട് വന്ന ശേഷം നമ്മൾ അതിലേക്ക് 1-2 വറ്റൽ മുളകും കൂടി കൊടുക്കാം കേട്ടോ. എന്നിട്ട് അതിൻ്റെ കളർ ഒന്ന് മാറിക്കഴിഞ്ഞാൽ ചെറിയൊരു പീസ് ഇഞ്ചി ഒന്ന് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തിട്ട് അതും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് എല്ലാം കൂടി ഒന്ന് മൂപ്പിച്ചെടുക്കേ. അപ്പോൾ ഇപ്പോൾ ഇതാ ഇഞ്ചിയൊക്കെ നന്നായിട്ട് നമ്മൾ മൂപ്പിച്ചെടുത്തിട്ടുണ്ട്. കളറൊക്കെ നന്നായിട്ട് മാറി വന്നിട്ടുണ്ട് കേട്ടോ. ഈ ഒരു പരുവത്തിലായി കഴിഞ്ഞാൽ നമുക്ക് ഇതിലേക്ക് ചേർക്കുന്നത് സവാള കേട്ടോ. 2 മീഡിയം സൈസിലുള്ള സവാള ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിന് കൂടുതൽ നമ്മൾ എരിവിനനുസരിച്ചിട്ടുള്ള പച്ചമുളകാണ് ചേർക്കേണ്ടത്. അപ്പോൾ 2-3 പച്ചമുളക്, നല്ല എരിവുള്ള പച്ചമുളകാണെങ്കിൽ 2 മതിയാവും. ഇനി എരിവ് കുറഞ്ഞ പച്ചമുളകാണെങ്കിൽ 3 ചേർക്കാം കേട്ടോ. അപ്പോൾ അതും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് വഴറ്റിയെടുക്കുക. ഒരുപാട് സമയം വഴറ്റി ഇതിൻ്റെ കളർ അങ്ങ് മാറ്റിയെടുക്കേണ്ട ആവശ്യമേ ഇല്ല. ഒന്ന് വഴന്ന് വന്നാൽ മാത്രം മതി കേട്ടോ. നമ്മൾ ഈ കറി എന്നെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി പറ്റുന്ന സിമ്പിളായിട്ടൊരു കറിയല്ലേ. അപ്പോൾ അതുകൊണ്ട് തന്നെ വഴറ്റി എടുത്തിട്ട് സമയമൊന്നും കളയേണ്ട ആവശ്യമേ ഇല്ല. അപ്പോൾ ഇപ്പോൾ ഇതാ നമ്മളെ സവാളയൊക്കെ നന്നായിട്ടൊന്ന് വഴന്ന് വന്നിട്ടുണ്ട് കേട്ടോ. ഈ ഒരു പരുവത്തിൽ ആയി കിട്ടിയാൽ മതി, ഒരുപാട് വഴറ്റിയെടുക്കേണ്ട ആവശ്യമില്ല കേട്ടോ. അതിന് നമ്മളിതിലേക്ക് ചേർക്കുന്നത് ഒരു തക്കാളിയാണ്, മീഡിയം സൈസിലുള്ളൊരു തക്കാളി ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിന് കൂടെ തന്നെ നമ്മൾ മെയിനായിട്ടുള്ള താരം നമ്മൾ വഴുതനങ്ങയും കൂടി ഇതിലേക്ക് ചേർക്കുന്നുണ്ട് കേട്ടോ. വലുതായത് കൊണ്ട് തന്നെ ഞാൻ ഒരു വഴുതനങ്ങ മാത്രമായിട്ടോ എടുത്തിട്ടുള്ളൂ. അപ്പോൾ ചെറുതാണെങ്കിൽ 1-2 എടുക്കാം കേട്ടോ. അപ്പോൾ ഇതാ വഴുതനങ്ങയും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുക, നല്ല രീതിക്ക് തന്നെ അങ്ങ് ഇളക്കി കൊടുക്കുക. അപ്പോൾ ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സാക്കി എടുത്തതിന് ശേഷം നമുക്ക് ഇതൊന്ന് അടച്ച് വെച്ചിട്ട് കുക്ക് ചെയ്തെടുക്കാം കേട്ടോ. വഴുതനങ്ങ ഒന്ന് കുക്കായിട്ട് വരുന്നത് വരെ നമുക്കിതൊന്ന് അടച്ച് വെക്കാം. അപ്പോൾ ഒരുപാട് അങ്ങ് കുക്ക് ചെയ്തിട്ട് ഉടച്ച് കളയാൻ പാടില്ല, ചെറിയ രീതിക്ക് മാത്രം ഒന്ന് വെന്ത് കിട്ടിയാൽ മതി കേട്ടോ. അപ്പോൾ നമ്മളിതായതൊന്ന് അടച്ച് വെക്കുന്നുണ്ട്. ഈ ഒരു സമയത്ത് മീഡിയം ടു ലോ ഫ്ലെയിമിലേക്ക് ആക്കി കൊടുക്കുക. എന്നിട്ട് 1 മിനിറ്റോളം ഒന്ന് അടച്ച് വെക്കാം കേട്ടോ. ഇപ്പോൾ ഇതാ 1 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. വഴുതനങ്ങയൊക്കെ ഏകദേശം ഒന്ന് കുക്കായിട്ട് വന്നിട്ടുണ്ട്. ഈ ഒരു സമയത്ത് വീണ്ടും നന്നായിട്ട് ഇളക്കി കൊടുക്കുക. അപ്പോൾ ഇതാ വഴുതനങ്ങ ഇപ്പോൾ ഏകദേശം ഒന്ന് റെഡിയായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ഈ ഒരു സമയത്താട്ടോ ഉപ്പൊക്കെ ചേർക്കേണ്ടത്. ഈ ഒരു സമയത്ത് ഒരു 1/4 ടീസ്പൂണോളം ഉപ്പ് നമുക്കിതിലേക്ക് ഇപ്പം ചേർക്കാം. എന്നിട്ട് വേണമെന്നുണ്ടെങ്കിൽ ലാസ്റ്റ് ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ നമ്മളിതാ ഈ ഒരു സമയത്ത് ഇതിലേക്ക് 1/4 ടീസ്പൂൺ ഉപ്പ് ചേർക്കുന്നുണ്ട്. അതിന് കൂടെ തന്നെ ഒരു 1/2 കപ്പോളം വെള്ളം കൂടി ചേർക്കുന്നുണ്ട് കേട്ടോ. വെള്ളം കൂടി ചേർത്ത് കൊടുത്തിട്ട് വീണ്ടും നന്നായിട്ടൊന്ന് മിക്സ് ആക്കി എടുക്കുക. ചൂടുവെള്ളം കേട്ടോ ഒന്നുകൂടി നല്ലത്. ചൂടുവെള്ളമാണെങ്കിൽ നമ്മളിതിലേക്ക് ഒഴിക്കുന്നത് അതായിരിക്കട്ടെ നല്ലത്. അപ്പോൾ നമുക്കിനി ഇതിലേക്ക് വെള്ളം കൂടി ഒഴിച്ച് കൊടുത്തിട്ട് 1/2 കപ്പ് മതിയാവുക, ഒരുപാടൊന്നും ഒഴിക്കാനേ പാടില്ല. 1/2 കപ്പ് വെള്ളം കൂടി ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കുക. എന്നിട്ട് വീണ്ടും നന്നായിട്ടൊന്ന് മിക്സ് ആക്കി എടുത്തിട്ട് നമുക്കൊന്ന് അടച്ച് വെക്കാം കേട്ടോ. മീഡിയം ടു ലോ ഫ്ലെയിമിൽ തന്നെ വെച്ച് കൊടുത്തിട്ട് ഒന്ന് അടച്ച് വെച്ചിട്ട് ഒന്നുകൂടി ഒന്ന് കുക്ക് ചെയ്തെടുക്കുക. ഒരുപാട് സമയം വെക്കേണ്ട, ഒരു 10-20 സെക്കൻഡ്. ഇതൊന്ന് ഈ വെള്ളം ഒന്ന് തിളച്ച് വരുന്ന ആ ഒരു സമയം മാത്രം മതിയേ, ഒരുപാട് സമയം വെക്കാനേ പാടില്ല. ഇപ്പോൾ ഇതാ വെള്ളമൊക്കെ നന്നായിട്ട് തിളച്ച് തുടങ്ങിയിട്ടുണ്ട്. വഴുതനങ്ങയും ഏകദേശം ഒന്ന് നന്നായിട്ട് കുക്കായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ചേർക്കേണ്ടത് തൈരാണേ. അപ്പോൾ ഇത് നന്നായിട്ട് തിളച്ച് വന്ന് ഈ ഒരു സമയത്ത് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് വേണം നമ്മൾ ഇനി ഇതിലേക്ക് തൈര് ചേർത്ത് കൊടുക്കാനേ. അപ്പോൾ ഈ ഒരു സമയം കൊണ്ട് തന്നെ ആവശ്യത്തിനൊക്കെ നമ്മളെ വഴുതനങ്ങ കുക്കായിട്ട് കിട്ടിയിട്ടുണ്ട്. നമ്മളിത് അതിലേക്ക് 3/4 കപ്പോളം തൈരും ചേർത്തിട്ടുണ്ട്. അതിൻ്റെ കൂടെ തന്നെ നമ്മൾ കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഞാനിപ്പോൾ ഇതിലേക്ക് അധികം പുളിയില്ലാത്ത തൈരാട്ടോ ചേർത്തിട്ടുള്ളത്. കാരണം നമ്മളിതിലേക്ക് തക്കാളി ചേർത്തിട്ടില്ലേ, അതുകൊണ്ട് തന്നെ അധികം പുളിയില്ലാത്ത തൈരാണ് ചേർത്തിട്ടുള്ളത്. അപ്പോൾ തൈര് ചേർത്തിട്ട് നന്നായിട്ട് മിക്സാക്കി കൊടുക്കുക. ഈ ഒരു മിക്സിങ്ങിലാട്ടോ നമ്മൾ ഈ ഒരു കറീൻ്റെ ടേസ്റ്റൊക്കെ ഉണ്ടാകാൻ നന്നായിട്ട് മിക്സാക്കിയിട്ട് ഈ തൈരൊന്ന് ഉടച്ചെടുക്കണം. നമ്മൾ സ്പൂൺ വെച്ച് തന്നെ ഇതുപോലെ ഇങ്ങനെ മിക്സാക്കിക്കൊണ്ടേ നിന്നിട്ട് നന്നായിട്ട് തൈരൊന്ന് ഉടഞ്ഞ് വന്നതിന് ശേഷം നമുക്ക് ഇതൊന്ന് അടച്ച് വെക്കാം കേട്ടോ. 1 മണിക്കൂറെങ്കിലും ഇതിങ്ങനെ അങ്ങ് അടച്ച് വെക്കണം. എന്നാൽ മാത്രമേ നമ്മൾ ഈ ഒരു കറി നല്ല ടേസ്റ്റ് ഉണ്ടാവേ. പിന്നെ അത് 1 മണിക്കൂർ വെക്കുന്നതിനേക്കാളും ടേസ്റ്റ് ആട്ടോ ഒരു ദിവസമൊക്കെ ഇതിനൊന്ന് മാറ്റി വെച്ചിട്ട് കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റ് ആട്ടോ ഉണ്ടാകാൻ. അങ്ങനെ ഒന്ന് ഉണ്ടാക്കി കഴിഞ്ഞാൽ നിങ്ങൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. 1 മണിക്കൂർ മാറ്റി വെച്ചിട്ട് നമ്മൾ കഴിക്കുന്നതിലും കൂടുതൽ ടേസ്റ്റ് ആയിരിക്കും ആ ഒരു ദിവസം ഒന്ന് മാറ്റി വെച്ചിട്ട് കഴിക്കും കേട്ടോ.
അപ്പോൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. നമ്മളിനി ഇതിൻ്റെ മുകളിലേക്ക് കുറച്ച് മല്ലിയിലയും ഇട്ട് കൊടുത്തിട്ട് ഒന്നും കൂടി ഒന്ന് അടച്ച് വെക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ അടിപൊളിയായിട്ടുള്ള കറി റെഡി ആയിട്ടുണ്ട്. വഴുതനങ്ങയൊക്കെ ഇഷ്ടമുള്ള ആൾക്കാർ എന്തായാലും ഇടയ്ക്കൊന്ന് ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടപ്പെടും കേട്ടോ. അപ്പോൾ ട്രൈ ചെയ്ത് നോക്കാത്തവരുണ്ടെങ്കിൽ ഉറപ്പായും ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടമായി കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കല്ലേ. അപ്പം നമുക്ക് മറ്റൊരു നല്ല വീഡിയോ പിന്നെ കാണാം.